ഡാം സ്ക്വയർ കാണാനാണെങ്കിൽ ഭയങ്കര ഭംഗി. Nature's canvas unfolding so grand in this journey we're living on Good morning from Amsterdam. നമ്മളിപ്പോൾ ആംസ്റ്റർഡാം സെൻട്രലിലാണ്. നമ്മളിവിടെ നിന്ന് പൈസയും കൂടുതലാണ്, എന്നാൽ പ്രത്യേകിച്ച് അങ്ങനെ സൗകര്യങ്ങളൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണ്. ഇവിടെ ഇപ്പം ഈ ഒരു ഏരിയ കാണുമ്പോൾ ഭയങ്കര ഭംഗിയായിട്ട് തോന്നുന്നു. റൂമൊന്നും ചെറിയ റൂംസൊക്കെയാണ്. അപ്പോൾ നമ്മളിവിടെ നിന്ന് മാറാൻ പോവുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് നമ്മളിതിൻ്റെ കൂടെ എടുത്തു. ഇൻക്ലൂഡഡ് അല്ല, അഡീഷണൽ ആണ്. പക്ഷെ നമ്മൾ നോർമലി കഴിക്കുന്ന ടൈപ്പ് വളരെ ഹാപ്പി ടമ്മി കൈൻഡ് ഓഫ് ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അപ്പം എന്തായാലും ഫുഡൊക്കെ കഴിക്കട്ടെ. ഞങ്ങളിപ്പം ഹോട്ടലെടുത്തത് ആംസ്റ്റർഡാമിലെ സെൻട്രൽ എന്ന് പറയുന്ന ലൊക്കേഷനിലാണ്. അപ്പോൾ നമ്മൾ എവിടെ ട്രാവൽ ചെയ്യുകയാണെങ്കിലും അവിടുത്തെ മെയിൻ ഏരിയയിൽ തന്നെയാണ് നമ്മൾ അക്കോമഡേഷൻ എടുക്കാറ്. അത് വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ ട്രാവൽ ചെയ്ത് കുറേ ടൈം വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ്. ഇവിടെ ഇപ്പം നമ്മൾ ആകെ 3 ഡേയ്സേ ഉള്ളൂ. ഒരു റിലാക്സ്ഡ് ട്രിപ്പ് ആണെങ്കിൽ കൂടി മാക്സിമം പ്രൊഡക്റ്റീവായ രീതിയിൽ നമുക്കത് യൂട്ടിലൈസ് ചെയ്യണമെന്നുണ്ട്. ഞങ്ങൾക്ക് ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഭയങ്കര ഇഷ്ടമായി. നല്ല സ്ക്രാമ്പിൾഡ് എഗ്സും മഷ്റൂംസൊക്കെ ആയിട്ട് ഭയങ്കര ഫ്രഷ് ആയിട്ട് നമുക്ക് ഹാപ്പി ടമ്മി കൈൻഡ് ഓഫ് ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കിട്ടിയത്. പക്ഷെ ഇങ്ങനൊരു ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് പാരീസിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് ഇങ്ങനെ ഒരു ഹാപ്പി ഫീലിംഗ് ഫുഡിന് കിട്ടിയത് ലാസ്റ്റ് ഇസ്താംബുളിൽ പോയപ്പോഴായിരുന്നു. ഇതുപോലെ ഡച്ച് കൈൻഡ് ഓഫ് ഒരു റെസ്റ്റോറൻറ്റിൽ നമ്മൾ പാരീസിലും പോയായിരുന്നു. ഫുഡിൻ്റെ ക്വാളിറ്റി ആണെങ്കിലും ടേസ്റ്റ് ആണെങ്കിലും അടിപൊളിയായിരുന്നു. സോ നമ്മൾ ആംസ്റ്റർഡാമിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോവാണ്. സെൻറ്റർ ഏരിയ ആയതുകൊണ്ടും കൂടുതലൊരു ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ടും ആയിരിക്കാം നമ്മൾ ഇവിടെ ഡെറിയിലും അല്ലെങ്കിൽ ബെൽഫാസ്റ്റിലോ ലണ്ടനിലൊക്കെ കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ റേറ്റാണ് ഞാൻ പാരീസിലും ആംസ്റ്റർഡാമിലും നോക്കിയപ്പോൾ അവിടെ കണ്ടത്. പ്രത്യേകിച്ച് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ആണെങ്കിൽ നമ്മൾ നോർമൽ ഒരു റെസ്റ്റോറൻറ്റിൽ കൊടുക്കുന്നതിനേക്കാളും ഒത്തിരി റേറ്റ് കൂടുതലാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഓൾഡ് ക്വാർട്ടർ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇതേ റേറ്റിന് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു അക്കോമഡേഷൻ ചിലപ്പോൾ കിട്ടിയാലോ എന്ന് കരുതി അത് നോക്കാനായിട്ടാണ് ഞങ്ങളീ പോകുന്നത്. റെഡ് ലൈറ്റ് ഡിസ്ട്രിക്ട് എന്നൊക്കെ കേട്ടിട്ടില്ലേ, അത് വരുന്നത് നമ്മൾ നിൽക്കുന്ന ഈ ഒരു സ്ഥലത്ത് തന്നെയാണ്. ആംസ്റ്റർഡാം സെൻട്രലാണിത്. ഭയങ്കര ഒരു വൈബ്. നമ്മൾ പാരീസിൽ പോയപ്പോൾ നമുക്ക് ഈ ഒരു വൈബ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇവിടെ അതുണ്ട്. ഭയങ്കര രസമുള്ള ഒരു സിറ്റി. നമ്മൾ യൂറോപ്പിൽ നിന്നൊക്കെ പറയുമ്പം എന്താണോ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ആ ഒരു രീതിയിലാണ് ഇവിടുത്തെ ആൾക്കാരും ഫുൾ കഞ്ചാവിന്റെ മണം. ഇവിടെ എല്ലാം ലീഗലാണെന്നുള്ളത് നമ്മൾ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇവിടെ എല്ലാം ലീഗലാണ്. നമ്മൾ പല സ്ഥലങ്ങളിലേക്കും വേറെ പോകുന്നുണ്ട്. അതിൻ്റെ വീഡിയോസൊക്കെ കംപ്ലീറ്റ് കാണിച്ചില്ലെങ്കിൽ കുറച്ചൊക്കെ നമ്മൾ കാണിക്കാനായിട്ട് ശ്രമിക്കാം. അപ്പം വെൽക്കം ടു ആംസ്റ്റർഡാം. സോനിയർ ഷോപ്പാണ്. എവിടെ മഷ്റൂം എഴുതി വെച്ചേക്കണേ. Did you see that? Mushrooms, seeds and more. Magic. Look. Magic truffles. And hotels. Short drink offers. ഇവിടെയൊക്കെ ഈസി ആയിട്ടാണ് മാജിക് മഷ്റൂം എന്നൊക്കെ എഴുതി വെച്ചേക്കണേ അല്ലേ. ഇവിടെ ഇവരെ സ്ട്രീറ്റ്സ് ഒക്കെ ക്ലീൻ ചെയ്തിടുന്ന ആ ഒരു രീതി എടുത്തു പറയേണ്ടത് തന്നെയാണ്. കാരണം നമ്മൾ എവിടെ പോയാലും നമ്മുടെ രാജ്യത്ത് എങ്ങനെയാണ് ക്ലീനിങ് അല്ലെങ്കിൽ എങ്ങനെയാണ് വേസ്റ്റ് മാനേജ്മെൻറ്റ്, അത് മറ്റു കൺട്രീസിൽ പോകുമ്പോൾ അതായിട്ടൊന്ന് കമ്പയർ ചെയ്യും അല്ലേ. അപ്പം അങ്ങനെ നോക്കുമ്പം ഇവിടെയൊക്കെ എത്ര പ്രോപ്പറായിട്ടാണ് അവരെ കൗൺസിൽ ചെയ്യുന്ന ആൾക്കാർ വന്നത് ക്ലീൻ ചെയ്യണമെന്നുള്ളത് നമ്മൾ ഭയങ്കരമായിട്ട് അതിശയിച്ചു. അത്യാവശ്യം നല്ല തണുപ്പുണ്ട് എങ്കിലും തേർമൽസ് ഒക്കെ ഇട്ട് ബെറ്റർ കണ്ടീഷനിലാണ് നമ്മൾ നടക്കുന്നത് ഡാം സ്ക്വയറിലേക്കാണ്. അവിടെ നമ്മൾ നേരെ പോകുന്നത്. നമ്മൾ വേറൊരു അക്കോമഡേഷൻ കണ്ടുവച്ചിട്ടുണ്ട്. അപ്പം അതൊന്ന് കണ്ട് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് നമുക്ക് പറ്റുകയാണെങ്കിൽ അതെടുക്കാമെന്ന് കരുതിയിട്ടാണ് നമ്മളീ പോകുന്നത്. ഒരുപാട് കനാൽസ് ഉള്ളൊരു ഏരിയ ആണ് ആംസ്റ്റർഡാം. ഈ കാണുന്ന സെൻട്രലിൽ ഒരുപാട് ഷോപ്സും റെസ്റ്റോറൻറ്റ്സും എല്ലാം ഉണ്ട്. ഈ കാണുന്ന സ്ട്രീറ്റിൽ കൂടി 1 മിനിറ്റ് നടന്നാൽ നമ്മുടെ ഓൾഡ് ക്വാർട്ടർ എന്നാണ് നമ്മുടെ റെസ്റ്റോറൻറ്റിലെത്തും. അപ്പോൾ അത്രയ്ക്ക് ക്ലോസ് ആയിട്ടൊരു പ്ലേസിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ അതുപോലുള്ളൊരു സ്ഥലത്ത് തന്നെയാണ് നമ്മളിപ്പോഴും പോകാൻ പോകുന്നത്. വളരെ ലക്ഷറിയസ് ആയിട്ടുള്ള ഒരുപാട് ഷോപ്സ് നമുക്ക് ഈ സെൻട്രലിൽ കാണാം. അപ്പം വിൻഡോ ഷോപ്പിങ്ങിനൊക്കെ വേണമെങ്കിൽ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ഇവിടെ എല്ലാവരും ഡച്ചാണ് സംസാരിക്കുന്നത്. കൂടുതൽ ആൾക്കാർക്കും ഇംഗ്ലീഷ് ഒന്നും അറിയില്ല. പിന്നെയും റെസ്റ്റോറൻറ്റിൽ നിൽക്കുന്ന ആൾക്കാരാണ് കുറച്ചെങ്കിലും ഇംഗ്ലീഷൊക്കെ ഒന്ന് സംസാരിക്കുന്നത്.
ചില സ്ഥലത്ത് നമുക്ക് ട്രാൻസ്ലേറ്റർ വെച്ചിട്ട് തന്നെ സംസാരിക്കേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ആംസ്റ്റർഡാമിലെ ഡാം സ്ക്വയർ ആണിത്. നമ്മുടെ ഈ ബാക്കിൽ കാണുന്നതാണ് നാഷണൽ മോണുമെന്റ്. ഇവിടുത്തെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു സ്ക്വയർ ആണിത്. ഭയങ്കര വൈബ്. ഇവിടുന്ന് 1 മിനിറ്റുള്ളൂ നമ്മുടെ ഹോട്ടലിലേക്ക്. ഭയങ്കര വൈബുള്ളൊരു സിറ്റി. ഡാം സ്ക്വയർ കാണാനാണെങ്കിൽ ഭയങ്കര ഭംഗി. ഈ ഒരു ആംസ്റ്റർഡാമിൽ ഈ ഒരു വൈബ് നമുക്ക് പാരീസിൽ കിട്ടിയില്ലായിരുന്നു കേട്ടോ. അത് ആ ഫസ്റ്റ് ബ്ലോഗിൽ തന്നെ കാണുമ്പോൾ അറിയാൻ പറ്റും. പാരീസിലെത്തിയിട്ട് ഞങ്ങൾ അത്ര ഹാപ്പി ആയിരുന്നില്ല. അവിടുത്തെ ചൂട്, ഭയങ്കര തിരക്ക്. ഇവിടെ തിരക്കുണ്ട്, പക്ഷെ യൂറോപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണോ എക്സ്പെക്ട് ചെയ്യുന്നത് ആ ഒരു സംഭവം നമുക്ക് ആംസ്റ്റർഡാമിൽ കിട്ടുന്നുണ്ട്. റോയൽ പാലസ് ഓഫ് ആംസ്റ്റർഡാം ആണ് ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. നമ്മുടെ ഡാം സ്ക്വയറിൽ തന്നെയാണ് ഇതുള്ളത്. 17th സെഞ്ച്വറിയിൽ, അതായത് ഡച്ചുകാരുടെ ഒരു ഗോൾഡൻ ഏജിൽ ബിൽഡ് ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ ഈ പാലസ്. സത്യം പറഞ്ഞാൽ നമ്മൾ പാരീസിൽ പോയപ്പം നമുക്ക് അത്ര നീറ്റ് ആൻഡ് ടൈഡി ആയിട്ട് തോന്നാഞ്ഞതുകൊണ്ട് ഞാൻ ഇത്രയും നാളും വിചാരിച്ചിരുന്നത് നമ്മുടെ സ്കോട്ട്ലൻഡിലെ റോയൽ മൈലാണ് ഏറ്റവും റിച്ചസ്റ്റ് ആൻഡ് ഭയങ്കര ടൈഡി ആയിട്ടുള്ള ഒരു സ്ട്രീറ്റ് എന്നാണ്. അവിടെ കിട്ടുന്ന ഒരു ഗോത്തിക് സ്ട്രക്ചറിൻ്റെ ആ ഒരു ഭംഗി വേറെ എവിടെയും കിട്ടില്ലെന്നാണ് ഇവിടെ വരുന്നത് വരെ ഞാൻ വിചാരിച്ചിരുന്നിരുന്നത്. വൺസ് ഡാം സ്ക്വയറിൽ അല്ലെങ്കിൽ സെൻട്രലിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് there are other places in the world that are more beautiful than Scotland എന്ന്. അതൊരു വല്ലാത്ത തിരിച്ചറിവായിരുന്നു. അതാ കണ്ടില്ലേ, ഇവിടെ സൈക്കിളുകാരെ കൊണ്ട് നമുക്ക് നടക്കാൻ പറ്റില്ല, കാരണം അത്രയധികം സൈക്കിൾ യൂസ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. പാരീസിലും ആൾക്കാർ സൈക്കിൾ യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഇവിടെയാണ് ട്രമൻഡസ് എമൗണ്ടിൽ ആൾക്കാർ സൈക്കിൾ യൂസ് ചെയ്യുന്നതായിട്ട് കണ്ടത്. പിന്നെ കനാൽസ് ഒരുപാടുള്ളൊരു സ്ഥലമാണ് ആംസ്റ്റർഡാം. ഈ കാണുന്നത് ഇവിടുത്തെ ഫേമസ് ഒരു കനാലാണ്. കാരണം ഇവിടെ ഈ സെൻട്രലിൽ വരുന്ന എല്ലാവരും ഈ ഒരു സ്പോട്ടാണ് ടാർഗറ്റായിട്ട് വരുന്നത്. On this road, every scene's with the light. From sunrise to starlight, day to night. Nature's canvas unfolding so grand. In this journey, we're living unplanned. ഇത്രയും വൈബുള്ള സിറ്റിയിൽ നമ്മൾ വേറെ പോയിട്ടില്ല. എങ്ങനെ ഞാൻ എൻ്റെ ഹാപ്പിനെസ് എക്സ്പ്രസ് ചെയ്യുമെന്ന് എനിക്കറിയില്ല. ഞാൻ അത്ര ഹാപ്പിയായിരുന്നു. പാരീസിൽ എൻ്റെ 10-1 ഞാൻ ഹാപ്പി ആയിരുന്നില്ല. റിയൽ ഹാപ്പിനെസ്. അപ്പോൾ സിറ്റിയൊക്കെ ഒന്ന് കണ്ട് നമ്മൾ നേരെ ചെന്നെത്തിയത് നമ്മൾ രണ്ടാമത് നോക്കിയ ഹോട്ടലിലാണ്. അപ്പോൾ അവിടെ റേറ്റ് ഒക്കെ ഏകദേശം സിമിലർ ആണെങ്കിൽ കൂടി അവിടെ വളരെ നേരോ ആയിട്ടുള്ള സ്റ്റെയർസ് ഉണ്ട്. അവിടെ ലിഫ്റ്റ് കാര്യങ്ങളൊന്നുമില്ല. See that one? There. You see, there are some different rooms, but I don't know where it is. In different planet or somewhere. അങ്ങനെ നമ്മൾ നിൽക്കുന്ന സ്ഥലം തന്നെയാണ് ഫാർ ബെറ്റർ എന്നുള്ള ഒരു കാര്യം നമുക്ക് മനസ്സിലായി. അപ്പോൾ നമ്മൾ തിരിച്ചു പോന്നു. ഇനി എന്തെങ്കിലും ഫുഡ് കഴിക്കുക എന്നുള്ളതാണ് അടുത്ത് നമ്മുടെ പരിപാടി. പക്ഷെ സിറ്റിയൊക്കെ ഒന്ന് നല്ല രീതിയിൽ തന്നെ കണ്ടു. നമ്മൾ ആംസ്റ്റർഡാം സെൻട്രലൊന്ന് കറങ്ങി കണ്ടതിൻ്റെ സന്തോഷത്തിലാണ്. പ്രത്യേകിച്ച് ഈ ഒരു കനാലൊക്കെ കാണുമ്പോൾ തന്നെ നമ്മൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഈ ബുക്കിൻ്റെ ഒക്കെ കവറിൽ കണ്ട ഒരു ഫോട്ടോസാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അപ്പം അന്നൊക്കെ അത് കണ്ട സമയത്ത് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല നമ്മൾ ഈ കൺട്രീസിലൊക്കെ പോകും. സോ അതിന് ഓൾവേസ് സോ ഗ്രേറ്റ്ഫുൾ ടു ഗോഡ്. നമ്മളിവിടെ തന്നെ നിൽക്കാമെന്ന് വിചാരിച്ചു. കാരണം വേറെ ഒരു 1-2 ഹോട്ടൽസിലും കൂടി നമ്മളിവിടെ പോയി കണ്ടു. അപ്പോൾ അത് നല്ലത് ഇവിടെ തന്നെയാണെന്ന് മനസ്സിലായി. ഇത് പിന്നെ സെൻട്രലിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും പുറത്തിറങ്ങാം. അങ്ങനെ ട്രാവൽ ചെയ്യാനായിട്ട് ടൈം പോകും. സ്റ്റേ റൂംസ് കണ്ടു കഴിഞ്ഞപ്പം ഇവിടെ എലിവേറ്റർ ഇല്ല. മിക്ക സ്ഥലത്തും സ്റ്റെയർ തന്നെ എടുക്കണം. അതും വളരെ നാരോ ആയിട്ടുള്ളത്. കുറച്ച് ഡിഫിക്കൽട്ടാണ് അത് എല്ലാ തവണയും കയറി ഇറങ്ങാന്നൊക്കെ പറയണത്. അപ്പം ഇത് കൺഫേം ആണ്. In this journey, we're living unplanned. നമ്മൾ കനാൽ ക്രൂയിസ് trip.com വഴിയാണ് ബുക്ക് ചെയ്തത്. 17 യൂറോൻ്റെ 11 യൂറോയ്ക്കാണ് കിട്ടിയത്. അപ്പോൾ trip.com-ലാണെങ്കിൽ അല്ലെങ്കിൽ booking.com-ലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പം ഇതാ ബാക്കിൽ കാണുന്ന ഇതുപോലത്തെയാണ്. 1 hour ക്രൂയിസാണ്. ഡ്രിങ്ക്സും ഫുഡൊന്നുമില്ല, ജസ്റ്റ് ക്രൂയിസ് മാത്രം. എന്തായാലും പോയി നോക്കാം. ആംസ്റ്റർഡാമിൽ വന്നിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാവരും ഏതെങ്കിലുമൊക്കെ ക്രൂയിസിൽ കയറാറുണ്ട്. ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസ് ആണെന്നാണ് നമ്മുടെ പോയ ഫ്രണ്ട്സൊക്കെ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും
ഈവനിങ് പോയിട്ടുണ്ടെങ്കിൽ ഭയങ്കര തണുപ്പായിരിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ നട്ടുച്ചയ്ക്ക് പോകാൻ തീരുമാനിച്ചത്. പക്ഷെ അതൊരു പാളിയ തീരുമാനമായിരുന്നു എന്ന് പിന്നീടാണ് മനസ്സിലായത്. ചെറിയ രീതിയിൽ വെയിലുണ്ടായിരുന്നു. താങ്ക് യു. No, not yet. Start later. ആംസ്റ്റർഡാം ഫേമസ് ആയതിൽ ഒരു റീസൺ ഇവിടുത്തെ കനാൽ സിസ്റ്റം കൂടിയാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം അത്ര അധികം കനാൽസ് ഇവിടെയുണ്ട്. ഇവിടെ വന്നിട്ട് എവിടെ നോക്കിയാലും നമുക്ക് കനാൽസ് കാണാനായിട്ട് പറ്റും. 1500 ബ്രിഡ്ജസ് ഉണ്ട്. നമ്മൾ എവിടെ നോക്കിയാലും സിമിലർ ബ്രിഡ്ജസ് നമുക്ക് കാണാനായിട്ട് പറ്റും. എല്ലാം ഒരുപോലെ ഇരിക്കും. അത്രയും കനാൽസും ബ്രിഡ്ജസും നമ്മളിവിടെ ഇത്രയും നേരം കൊണ്ട് തന്നെ നമ്മൾ കണ്ടു. ഒരു ഏകദേശ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ 1500 ബ്രിഡ്ജസും 165 കനാൽസും ഇവിടെ ഉണ്ട്. ഇതൊരു 62 മൈൽസ് ആണ് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് കിടക്കുന്നത്. പല ടൈപ്പിലുള്ള കനാൽ ക്രൂയിസുകൾ ഇവിടെ ഉണ്ട്. നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത് ക്ലാസിക് കനാൽ ക്രൂയിസ് ആണ്. അപ്പോൾ 1 hour ആണ് ഇതിൻ്റെ ഡ്യൂറേഷൻ വരുന്നത്. അപ്പോൾ ഇതിനകത്ത് അവർ പറയുന്നത് നമുക്ക് റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാം. നമുക്കൊരു ഹെഡ്സെറ്റ് തരും. അത് വെച്ചിട്ട് നമുക്ക് ഇൻസ്ട്രക്ഷൻസ് പറയുമ്പം നമുക്ക് അടുത്തുള്ള സ്ഥലങ്ങൾ ഏതൊക്കെയാണ്, ഇത് ഏത് കനാലാണ്, ഏത് സ്ട്രീറ്റിലുള്ളതാണ്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ അവർ പറയുന്നുണ്ട്. അത് കേൾക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ കേൾക്കാം. അതല്ലാതെ മൈക്കിൽ കൂടെ ക്യാപ്റ്റൻ കാര്യങ്ങൾ അനൗൺസ് ചെയ്യുന്നുണ്ട്. നമുക്കിപ്പോൾ അതും കേൾക്കാനായിട്ട് പറ്റും. അതിൽ നിന്നും കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. മോർ ഓവർ വേറൊരു കാര്യമുള്ളത്, ആൻ ഫ്രാങ്കിൻ്റെ ഹൗസ് നമുക്ക് ഈ പോണ വഴിയിൽ കാണാൻ പറ്റും. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് വളരെ ഇൻട്രസ്റ്റോട് കൂടി വളരെ ക്യൂരിയസ് ആയിട്ട് ഇരുന്നിട്ട് വായിച്ചൊരു ബുക്കാണ് ആൻ ഫ്രാങ്കിൻ്റെ. അത് ഞാൻ ഒരു തവണയല്ല, റിപ്പീറ്റഡ്ലി 2-3 ടൈംസ് ഒക്കെ ഞാൻ വായിച്ചു. The cheapest room, the goedkoopste kamer, €700. I cannot tell if you have breakfast for that morning. I don't know. ആംസ്റ്റർഡാം നമ്മൾ അങ്ങനെ റെക്കഗ്നൈസ് ചെയ്യാന്നറിയോ? നല്ല ബ്രൗൺ ആൻഡ് ക്രീം ഷെയ്ഡ്സിൽ വരുന്ന ബിൽഡിങ്സ് ഉണ്ടെങ്കിൽ, പിന്നെ സൈക്കിൾ എല്ലായിടത്തും ഉണ്ടെങ്കിൽ അത് നമുക്ക് ആംസ്റ്റർഡാമാണ് ഈസിലി റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇപ്പോൾ കുറച്ച് സൺലൈറ്റ് കണ്ടുകൊണ്ടാണെന്ന് അറിയില്ല, ഈ അപ്പാപ്പൻ ഡ്രസ്സൊന്നും ഇല്ലാതെ പുറത്തു വന്നിരിക്കുകയാണ്. കിട്ടണ വെയിലൊക്കെ പെട്ടെന്ന് അബ്സോർബ് ചെയ്തെടുക്കണം എന്നുള്ളൊരു മൈൻഡ് സെറ്റായിട്ട്. പാൻ കേക്ക്സും ചീസും ആംസ്റ്റർഡാമിൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഐറ്റമാണ്. നമ്മൾ മിക്ക റെസ്റ്റോറൻറ്റ്സ് കണ്ടാലും പാൻ കേക്സിൻ്റെ ഒരുപാട് വെറൈറ്റീസ് കാണാൻ പറ്റും. അതുപോലെ തന്നെ ചീസിൻ്റെയും ഒരുപാട് ഫ്രഷ് ചീസ് നമുക്ക് ഇരിക്കണം. പിന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടോ, ആംസ്റ്റർഡാമിൽ അല്ലെങ്കിൽ ത്രൂ ഔട്ട് നെതർലാൻഡിൽ തന്നെ വുഡൻ ഷൂസ്, അതിനിവിടെ ക്ലോംഫർ എന്ന് പറയുക, ക്ലോഗ്സ്, അത് ഭയങ്കര ഫേമസ് ആണ്. ഇവരെ ഹിസ്റ്ററിയുടെ ഒരു പാർട്ട്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ, പണ്ട് ഫാമേഴ്സിൻ്റെ ഇടയിൽ, വർക്കേഴ്സിൻ്റെ ഇടയിൽ ഭയങ്കരമായിട്ട് അവർ യൂസ് ചെയ്തിരുന്ന ഒരു ഷൂ ആണ് ഈ ഒരു ഹാൻഡ് ക്രാഫ്റ്റഡ് വുഡൻ ഷൂസ്. അപ്പോൾ അതവർ യൂസ് ചെയ്യുന്നതിൻ്റെ പേർപ്പസ് എന്ന് പറയുന്നത് അവർക്ക് ഷൂ റൂയിൻഡ് ആവാണ്ട് തന്നെ പ്രോപ്പറായിട്ട് അവർക്ക് ഫീൽഡിൽ വർക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഇപ്പോൾ അതാരും യൂസ് ചെയ്യുന്നില്ല എങ്കിൽ കൂടി ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് നെതർലാൻഡിലെ ആൾക്കാർ യൂസ് ചെയ്തിരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്ക് പല സൂനിയർ ഷോപ്പുകളിലും ഇതിൻ്റെ ഒരു ചെറിയ രീതിയിലുള്ള ഒരു ഷൂസ് അല്ലെങ്കിൽ ക്ലോഗ്സ് നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും. അപ്പം നമ്മൾ ഡോൾസ് വിറ്റാന്നൊരു റെസ്റ്റോറൻറ്റിൽ വന്നേക്കാണ് ഡിന്നർ കഴിക്കാമെന്ന് കരുതിയിട്ട്. ഇവിടെ കുറേ ഐറ്റംസ് ഉണ്ട്. പിന്നെ എനിക്ക് ആംസ്റ്റർഡാമിൽ തോന്നിയൊരു കാര്യമാണ്, ഇവിടെ ഫുഡിനൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. നമ്മൾ പാരീസിൽ വെച്ച് നോക്കുമ്പോൾ ഫുഡിന് നല്ല ടേസ്റ്റ് ഉണ്ട്. അവിടെയും ടേസ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷേ ഇവിടെ കുറേ കൂടി ടേസ്റ്റ് ഉള്ള പോലെ തോന്നി. ഇവിടെ ഫുഡ് കഴിക്കുക, ഡ്രിങ്ക്സ്, പിന്നെ അറിയാലോ വേറെ കുറേ കാര്യങ്ങൾ, അതിനൊക്കെ വേണ്ടിയിട്ടാണ് ആംസ്റ്റർഡാം എന്ന് പറഞ്ഞ സിറ്റി ഭയങ്കര ഫേമസ്. അപ്പോൾ അതിന് ആ ഒരു ഫേമസ് ആയ ഒരു കാര്യത്തിന് അവർ 100% നീതി പുലർത്തുന്നുണ്ട്. പിറ്റേന്നൊരു ഗ്രില്ലും ഞാനൊരു പാസ്തയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. എങ്ങനെയുണ്ടെന്ന്. Exactly like the picture. Yes, thank you. Yeah. Thank you so much. You want Do you have any? mayo ketchup? Yeah, please. Yeah. Parmesan? Yeah. Thank you. Mayo ketchup. Thank you so much. There's
ഗുഡ് ഈവനിങ് ഫ്രം ആംസ്റ്റർഡാം. നമ്മൾ സ്റ്റാർട്ടിങ്ങിലെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മളങ്ങനെ ഒരുപാട് പ്ലേസസിൽ പോകുന്ന ഒരു ട്രിപ്പ് ആയിരിക്കില്ല. ഇത് വളരെ റിലാക്സ്ഡ് ആയിട്ട് പോകുന്ന ട്രിപ്പാണെന്ന് പറഞ്ഞെങ്കിലും ഇത്രയും റിലാക്സ്ഡ് ആവുമെന്ന് കരുതിയില്ല. ഒരു 3:30 ആയിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ ആംസ്റ്റർഡാം സെൻട്രലിലാണ് നിൽക്കണമെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ഇവിടെ തന്നെ കിട്ടും. കാണേണ്ട കാര്യങ്ങളാണെങ്കിലും എല്ലാ സ്റ്റുഡിയോസും എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. അപ്പം അങ്ങനെ ട്രാവൽ ചെയ്ത് അങ്ങനെ ഒരുപാട് ടൈം നമ്മുടെ പോകുന്നൊന്നുമില്ല. ഇവിടെ തന്നെ ഹോട്ടലിൽ റൂം കിട്ടിയോണ്ട് നമ്മൾ ഇഷ്ടമുള്ളപ്പോഴൊക്കെ നമുക്ക് ഈ സ്ട്രീറ്റ്സിൽ കൂടെ നടക്കാം. ഇവിടുത്തെ എല്ലാ സ്ട്രീറ്റ്സും സിമിലർ ആണ്, കാണാനാണെങ്കിലും വൈബാണെങ്കിലും. ഞങ്ങൾക്ക് എന്തായാലും ആംസ്റ്റർഡാം ഭയങ്കര ഇഷ്ടമായി. കാരണം നമുക്കിവിടെ കിട്ടിയ ഒരു വൈബ് ഈവനിങ് ആണെങ്കിലും ഡേ ടൈമിലാണെങ്കിലും അത് നമുക്ക് വേറൊരു സിറ്റിയിൽ നിന്നും കിട്ടിയിട്ടില്ല. ഇവിടെ നമുക്ക് ഏത് ഷോപ്സിൽ നോക്കിയിട്ടുണ്ടെങ്കിലും ഒരുപാട് സ്വീറ്റ്സ് കാണാൻ പറ്റും. അപ്പം നമ്മളൊരു ഐസ്ക്രീം വാങ്ങാമെന്ന് കരുതിയിട്ട് നമ്മളൊരു ഷോപ്പിൽ കയറിയതാണ്. നല്ല തണുപ്പുണ്ടെങ്കിലും ആംസ്റ്റർഡാമിൽ വന്നിട്ട് ഇവിടുത്തെ ഒരു ജെലാറ്റോ കഴിച്ചില്ലെങ്കിൽ പിന്നെ എങ്ങനെയാ? On this road, every scene's with the light. From sunrise to starlight, day to night. Nature's canvas unfolding so grand. In this journey, we're living on plan. നമ്മളിപ്പം ആംസ്റ്റർഡാമിൽ പാലസിൻ്റെ ഫ്രണ്ടിലാണ്. ഇവിടെ വന്നപ്പോൾ ഏകദേശം ഒരു 5:15 സമയം. അപ്പോൾ ഈ സമയത്ത് നമുക്ക് കയറിയാലും ഒരു ഹാഫ് ആൻ അവറൊക്കെ കിട്ടുള്ളൂ. അപ്പം കംപ്ലീറ്റ് ചെയ്യണേക്ക് മുന്നേ ചിലപ്പോൾ ഇറങ്ങേണ്ടി വരും. അപ്പോൾ നാളെ രാവിലെ അതിന് വരാമെന്ന് കരുതി. അപ്പം നമ്മളിപ്പോൾ ഉള്ളത് ഡാം സ്ക്വയറിലാണ് ആംസ്റ്റർഡാമിൽ. നമ്മുടെ ഡാം സ്ക്വയറിൽ തന്നെയാണ് നമ്മുടെ പാലസ് ഉള്ളത്. ഇവിടുത്തെ പാൻ കേക്ക്സും ചീസും ഒക്കെ ഭയങ്കര ഫേമസ് ആണ്. കുറച്ച് കഴിഞ്ഞിട്ടപ്പോൾ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് കരുതിയിരിക്കണം. Mountains rise up, touching clouds above. Valleys below, filled with whispers of love. On this road, every scene's a delight. From sunrise to starlight, day to night. Nature's canvas. ഈ കാണുന്നതെല്ലാം കാനബീസ് ആണ്. ഒരുപാട് ഡിഫറെൻറ്റ് വെറൈറ്റിയിൽ ഇവിടെ അവൈലബിൾ ആണ്. ഇവിടെ എല്ലാ കോഫി ഷോപ്സിലും നടക്കും ഇതിവിടെ കിട്ടും. ഇവിടെ ലീഗൽ ആയതുകൊണ്ട് തന്നെ എല്ലാ സ്ട്രീറ്റ്സിലും എല്ലാ ഷോപ്സിലും ഇതിവിടെ അവൈലബിൾ ആണ്. അത്രയും സുലഭമായിട്ടാണ് കിട്ടുന്നത്. ഇപ്പോൾ ഇതിനകത്ത് കാണുന്ന പോലെ തന്നെ പല വെറൈറ്റിയിൽ നമുക്കിവിടെ അവൈലബിൾ ആണ്. അതായത് ചോക്ലേറ്റിൻ്റെ ഫോമിൽ അല്ലെങ്കിൽ ബ്രൗണീസ് ആയിട്ട്, അതായത് പോലെ ലോളിപോപ്സ് ആയിട്ട് ഇവിടെ കിട്ടും. അപ്പോൾ ഏത് രീതിയിൽ വേണമെന്ന് ചൂസ് ചെയ്യേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അതല്ലാതെ നമ്മൾ ഞെട്ടിപ്പിക്കുന്ന രീതിയിൽ പല ജെൻഡർ റിലേറ്റഡ് പല ആൾക്കാർക്കും പല ആവശ്യങ്ങൾക്കും വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഇവിടെയുണ്ട്. ഇതാണ് ഒരു നോർമൽ റെസ്റ്റോറൻറ്റിൻ്റെ ഒരു അവസ്ഥ. ഇവിടെ നമുക്ക് എല്ലാം കിട്ടും. ഇവിടെ ജ്യൂസ് കിട്ടും, കോഫി കിട്ടും, ആൻഡ് അതർ ഐറ്റംസും കിട്ടും. എനിക്ക് ഒരുപാട് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, അവർ സമ്മതിച്ചില്ല. കിട്ടിയ ഒരു കുറച്ച് സമയത്തിനുള്ളിലാണ് ഞാനത് ഷൂട്ട് ചെയ്തത്. ആ കാണുന്ന ഓൾഡ് ക്വാർട്ടർ എന്ന് പറയുന്നതാണ് നമ്മുടെ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അത്രയേ ഉള്ളൂ. പിന്നെ പുതിയൊരു എപ്പിസോഡായിട്ട് കാണാം. ബൈ.